അതെ, ഞാൻ ഈ ഡ്രസ്സ് പണ്ടപ്പോഴും മീശോന്ന് വാങ്ങിയതാ. ഇതിന്റെ ലിങ്ക് ഇടാൻ നോക്കിയിട്ട് കിട്ടിയില്ല. കിട്ടുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാവേ. ഞങ്ങൾ എന്റെ അമ്മ വീട്ടിൽ പോവാം. ദേവൂട്ടിന് ആദ്യം മോനെ നല്ല ഒരുങ്ങി സുന്ദരനായിട്ടിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള സ്നേഹമേ ഉള്ളൂ, അവിടെ എത്തുമ്പോൾ എന്നെ വേണ്ട. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഇവൻ ഈ മുട്ടായി കൊണ്ട് എന്റെ കൈ നീട്ടിയപ്പോൾ ഞാൻ കരുതി അവൻ എനിക്ക് തരുവാണ്. അവനത് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി എന്റെ കൈ കൊണ്ടു തന്നത്. എന്നിട്ട് അവൻ എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ട് പോവുക. ഞാൻ തട്ടിപ്പറിക്കുമെന്ന് വിചാരിച്ചാൽ ഓടുന്നത്. പിള്ളേരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ മുട്ടായിയൊക്കെ കണ്ടാൽ ഞാനും ആദ്യം എടുക്കും. ഫ്രിഡ്ജ് തുറന്ന വേറെ മുട്ടായി ഉണ്ടോ, വേറെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് തപ്പുവാ ഞാൻ. അപ്പോഴേക്കും അമ്മ ചായ ഇട്ടു. ചായക്ക് കടിക്കാനുണ്ടോ അമ്മ എന്ന് ചോദിച്ചപ്പോൾ ടേബിളിന്റെ പുറത്ത് ഒരു പൊതിയുണ്ട്, തുറന്ന് നോക്കുന്നു പറഞ്ഞു. ഞാൻ വന്നതേ തുറന്നു നോക്കിയപ്പോൾ ബജിയും ഏത്തക്ക ബജിയും. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ചായയും ബജിയൊക്കെ കഴിച്ചു. ഇതിനിടയിൽ ആദ്യം ചോദിക്കുക, അമ്മ വീഡിയോ എടുക്കുകയാണോ, ഞാനൊന്ന് ഒരുങ്ങട്ടെ എന്ന്. ദേവൂട്ട ഈ ബജിയൊന്നും അങ്ങനെ കഴിക്കാറില്ല. ദേവൂട്ടിനെ ഞാൻ മുട്ട ബജിയുടെ മുട്ട മാത്രം എടുത്ത് കൊടുത്തു. ആദ്യം ചോദിക്കുക, അമ്മ കുറെ നാളായില്ലേ ബീച്ചിലോട്ട് പോയിട്ട്, നമുക്ക് ബീച്ചിലോട്ട് പോയാലോ എന്ന്. അങ്ങനെ ചേട്ടൻ ഞങ്ങളെ ബീച്ചിലോട്ട് കൊണ്ടുവന്നു. ഇത് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചാണേ. അവിടെ പിള്ളേർക്ക് പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഭംഗിയാണെന്നറിയോ ഈ ടോയ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാൻ. കടലിൽ ഇറങ്ങി കുറച്ചേരം കളിക്കണോ അമ്മ എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോവുക. അപ്പോഴുണ്ട് ദേ ഇറക്കി വിടില്ല, പണി പാളിയില്ലേ. അവിടെ പണി നടക്കുക, അതുകൊണ്ട് ഞങ്ങളെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. പിള്ളേർക്ക് രണ്ടുപേർക്കും ആകെ വിഷമായ കേട്ടോ. കുളിച്ചില്ലേലും കാല് നനയ്ക്കാൻ പോലും വിടുന്നില്ലല്ലോ അമ്മ എന്നാ പറയണേ. രണ്ടുപേരുടെ മുഖം നോക്കിയേ, ആഹാ വാടി തളർന്നു. സാരമില്ല, പോട്ടെ, അടുത്ത തവണ വരുമ്പോൾ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചു നേരം കറങ്ങി കാറ്റൊക്കെ കൊണ്ടു. ഫസ്റ്റ് കുപ്പികൾ കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കിളിയാണ് ഇത്. നല്ല ഭംഗിയുണ്ടല്ലേ. ഫുഡ് കോർട്ട് ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയത് കടലയും പാവ് ബജിയുമാണ്. പാവ് ബജിയുടെ ശകലം പോലും എനിക്കും ചേട്ടനും കിട്ടിയിട്ടില്ല. മൊത്തം ആദ്യമോൻ കഴിച്ചു. എത്ര കണ്ടാലും മടുക്കാത്തൊരു സ്ഥലമാണ് കടൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വരാവേ.